മനുഷ്യരെ പട്ടിയെപ്പോലെ തല്ലിക്കൊന്നാലും പെൺകുട്ടികളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയാലും ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ ചിലപ്പോൾ നോക്കുകുത്തിയാകാറുണ്ട്. ഇനി ഇരകൾക്കും അവരുടെ കുടുംബത്തിനും നീതി കിട്ടണമെങ്കിൽ വർഷങ്ങളുടെയും പതിറ്റാണ്ടുകളുടെയും കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം. എന്നാൽ ഗുജറാത്തിൽ ഒരു പശുവിനെ കൊന്ന കേസിൽ 2ാം വർഷം വിധി വന്നിരിക്കുന്നു. 2023 നവംബറിൽ ബഹൽപറയിൽ വെച്ച് പശുവിനെ അറുത്തു കൊന്ന കേസിലാണ് 3 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. അമ്രേലി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് രാജ്യ ചരിത്രത്തിൽ ആദ്യമായി പശുവിനെ കൊന്നതിന് കഠിനമായ ശിക്ഷ വിധിക്കുന്നത്. അമ്രേലിയിലെ ചെറിയ പട്ടണത്തെ ഇളക്കിമറിക്കുകയും ഗുജറാത്ത് മൃഗസംരക്ഷണ നിയമത്തെക്കുറിച്ച് സംസ്ഥാന തലത്തിൽ ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്ത 1 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി. അക്രം ഹാജി സോളങ്കി, സത്താർ ഇസ്മയിൽ സോളങ്കി, കാസിം സോളങ്കി എന്നിവരെ ഗോക്കളെ കശാപ്പ് ചെയ്തതിനും മാംസം കടത്തിയതിനും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 2023 നവംബറിൽ മോട്ട കാട്ചിവാദ് ഏരിയയിലെ ബഹർപരയിൽ വെച്ച് 3 പേർ ചേർന്ന് ഒരു പശുവിനെ അറുക്കുകയും അതിന്റെ അവശിഷ്ടങ്ങൾ മുനിസിപ്പൽ ഓടയിൽ തള്ളി ഹിന്ദു സമൂഹത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ച് പോലീസ് കോൺസ്റ്റബിൾ വൻരാജ് മൻസാരിയ പരാതി നൽകിയിരുന്നു. തുടർന്ന് ASI RN മൽക്കിയുടെ നേതൃത്വത്തിലുള്ള അമ്രേലി സിറ്റി പോലീസ് സംഘം 2023 നവംബർ 6-ന് കട്കിവാഡയിലെ ഒരു വീട്ടിൽ റെയ്ഡ് നടത്തിയതോടെയാണ് കേസിന്റെ തുടക്കം. പ്രധാന പ്രതിയായ അക്രം സോളങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അടുക്കളയിൽ ചിതറിക്കിടക്കുന്ന നിലയിൽ വാലുകൾ, തോലുകൾ, കാൽഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ കശാപ്പ് ചെയ്ത മൃഗങ്ങളുടെ ഭാഗങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. 40 കിലോ ഗോമാംസം, മൃഗാവശിഷ്ടങ്ങൾ, കത്തികൾ, തൂക്കുന്നതിനുള്ള ത്രാസ്, ഒരു വാഹനം എന്നിവ പോലീസ് പിടിച്ചെടുക്കുകയും കാസിം സോളങ്കിയെ സംഭവസ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്രം, സത്താർ എന്നിവർ ആദ്യം ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പിടിയിലായി. 2017-ൽ അവസാനമായി ഭേദഗതി ചെയ്ത ഗുജറാത്ത് മൃഗസംരക്ഷണ നിയമപ്രകാരമാണ് കോടതി 3 വരെയും ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 429-ാം വകുപ്പ് പ്രകാരം കന്നുകാലികളെ കൊല്ലുന്നതിലൂടെയുള്ള നാശനഷ്ടം, ആരാധനാലയം അശുദ്ധമാക്കുന്നതിനെതിരായ 295-ാം വകുപ്പ് എന്നിവയാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയത്. വിചാരണയ്ക്കിടെ പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികളും ഫോറൻസിക് റിപ്പോർട്ടും വെറ്റിനറി ഡോക്ടറുടെ പരിശോധനാ റിപ്പോർട്ടും ഹാജരാക്കി. കണ്ടെടുത്ത മാംസം ഗോമാംസമാണെന്ന് ഇവയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം റെയ്ഡ് നടന്നത് ജനവാസ കേന്ദ്രത്തിലുള്ള പ്രതികളുടെ വീട്ടിലായിരുന്നുവെന്നും സ്വതന്ത്ര സാക്ഷികളെ എളുപ്പത്തിൽ ലഭ്യമായിരുന്നിട്ടും പോലീസ് ഏകപക്ഷീയമായ അന്വേഷണം നടത്തുകയും അവരെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്തുവെന്ന് പ്രതിഭാഗം വാദിച്ചു. സ്വതന്ത്ര സാക്ഷികളുടെ പിന്തുണയില്ല എന്ന കാരണം കൊണ്ട് മാത്രം പോലീസ് നടപടിയെ അവിശ്വസനീയമെന്നോ പക്ഷപാതപരമെന്നോ കണക്കാക്കാനാവില്ലെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സംഭവസ്ഥലത്ത് നിന്ന് ശേഖരിച്ച മാംസം ഗോമാംസമാണെന്ന് പ്രോസിക്യൂഷൻ രേഖാമൂലം തെളിയിച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.